ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കൊച്ചി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വിവാദമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടാൻ ഉദ്ദേശിക്കുന്നു. മറ്റേതെങ്കിലും നഗരത്തിലേക്ക് അതല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് പോയേക്കും എന്ന ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ഇത് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വരുന്ന ISL ആരംഭിക്കുമ്പോഴേക്കും കൊച്ചി സ്റ്റേഡിയം ഓക്കെ ആവുമോ? അതുമാത്രമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അറിയേണ്ടത്. അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ MD ആയ ആൻഡോ അഗസ്റ്റിൻ നടത്തിയിട്ടുണ്ട്. അതായത് വരുന്ന നവംബർ 30-ാം തീയതിക്കുള്ളിൽ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാകും എന്നാണ് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. തനിക്ക് മറ്റു ലക്ഷ്യങ്ങൾ ഇല്ലെന്നും കേരളത്തിൽ ഒരു ഫിഫ അംഗീകാരമുള്ള സ്റ്റേഡിയമാണ് തൻ്റെ ലക്ഷ്യമെന്നും ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നവംബർ 30-ാം തീയതി വരെ മാത്രമേ എനിക്ക് ഈ ഒരു സ്റ്റേഡിയം അനുവദിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ അത് അവർക്ക് തിരിച്ചു കൊടുക്കും. അതിനുള്ളിൽ വർക്കുകൾ തീർത്തു കൊടുക്കും. ഒരു ലാഭവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും അത് ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഒരു ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഇതാണ് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. അതായത് കൃത്യമായ ഒരു തീയതി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് നവംബർ 30-ാം തീയതിക്ക് മുന്നേ താൻ ഈ ഒരു സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും, എന്നിട്ട് GCDAക്ക് തന്നെ കൈമാറും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് ആശങ്കപ്പെടാനൊന്നുമില്ല. കാരണം ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തിലോ അതല്ലെങ്കിൽ ജനുവരിയിലോ ആയിരിക്കും ISL ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇദ്ദേഹം വാക്കുപാലിച്ചു കഴിഞ്ഞാൽ, അഥവാ ആൻഡോ അഗസ്റ്റിൻ വാക്കുപാലിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ തന്നെ കളിക്കാൻ സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.